ഹരേ കൃഷ്ണ. രാധേ രാധേ. പ്രിയ സുഹൃത്തുക്കളെ, പ്രഭുക്കന്മാരെ, മാതാജിമാരെ, എൻ്റെ പ്രണാമം, വിനീതമായ പ്രണാമം സ്വീകരിക്കുക. ഒരു വാർത്ത നമ്മളുടെ ഇതിഹാസത്തിൽ നിന്ന്, ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത ശരിക്കും. അത് ഞാൻ കടക്കാവിലെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു, അതിവിടെ പങ്കുവയ്ക്കുന്നു. അതായത് 5000 വർഷം മുമ്പേ നടന്ന മഹാഭാരത യുദ്ധം അത് അവസാനിച്ചു കഴിഞ്ഞ് ധൃതരാഷ്ട്രൻ യുധിഷ്ഠിരനോട് ചോദിക്കുവാണ്, ഹേ യുധിഷ്ഠിര, ഈ യുദ്ധത്തിൽ എത്ര യോദ്ധാക്കന്മാരാണ് മരണപ്പെട്ടത്? അപ്പം വളരെ വിഷമത്തോടെ യുധിഷ്ഠിരൻ അതിൻ്റെ ഉത്തരം നൽകുവാണ്, 166 കോടി 20,000 ആൾക്കാർ. സോറി, ഞാൻ പിന്നെയും ആ സംഖ്യ പറയാം. 166 കോടി 20,000 ആൾക്കാരാണ് ഇതിൽ മരിച്ചത്. അപ്പോൾ ഇത് വലിയൊരു സംഖ്യ അല്ലേ, 166 കോടി. ഈ സംഖ്യയുടെ ആക്ച്വലി ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ സംഖ്യ ഒന്ന് പരിശോധിക്കാം, ഒന്ന് അനലൈസ് ചെയ്യാം. അതായത് ഇപ്പോഴത്തെ കാലത്തെ നമ്മളുടെ ഇന്ത്യയുടെ ടോട്ടൽ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ പ്ലസ് പാകിസ്ഥാൻ്റെയും ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അത് ഒരുമിച്ചാൽ അത്രയും ഈ 166 കോടിയാവും. അപ്പോൾ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, ഈ 18 ദിവസങ്ങളിൽ കുരുക്ഷേത്ര ഭൂമിയിൽ ഇത്രയും ആൾക്കാർ, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ അത്രയും ജനസംഖ്യയാണ് ഇല്ലാതായത്. ഒരു വേറെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓൺ ആൻ ആവറേജ് കേരള, തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഈ 4 ജനസംഖ്യ ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 17 കോടി വരും. അത്രയും ആൾക്കാരാണ് എന്നും മരിച്ചത്. പിന്നെ ഈ മരിച്ചത് മൊത്തം അത്രയും പുരുഷന്മാരായിരുന്നു. അതുകൂടാതെ ഈ സംഖ്യ മാത്രം മനുഷ്യരുടെയാണ്. ഇത് കൂടാതെ ലക്ഷക്കണക്കിന് ആനകളും കുതിരയും ഒക്കെ മരണപ്പെട്ടു. അപ്പം ജസ്റ്റ് സങ്കല്പിച്ച് നോക്കൂ, എത്ര ഭയാനകമായ ഒരു ഘോരമായ ഒരു യുദ്ധമായിരുന്നു. ഇതിൻ്റെ ആ ദൃശ്യം പറയുവാണ്, രാത്രിയിൽ ശവങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുവാണ്. എന്നിട്ട് ഈ മനുഷ്യ രക്തം കുടിക്കുന്ന, പിന്നെ പച്ച മാംസം കഴിക്കുന്ന രാക്ഷസന്മാരും പിശാച്ചുമൊക്കെ, പിന്നെ അങ്ങനത്തെ ജീവജന്തുക്കളുണ്ട്, അതൊക്കെ രാത്രിയിൽ വന്ന് ഈ രക്തത്തിൻ്റെ നദിയായിരുന്നു. അത് ശരിക്കും ഈ രക്തമൊക്കെ കുടിച്ച് മത്തിളകി അവിടെ ചിരിച്ചുകൊണ്ട്, പ്രാന്തായി ചിരിച്ചുകൊണ്ട് അവിടെ നടക്കുന്നതായിട്ട് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അപ്പോൾ അത് വായിച്ചു ഞാൻ ശരിക്കും വിചാരിച്ചു, എത്ര താഴ്ന്ന, എത്ര അധപതിച്ച ജന്മമാണ് ഈ രാക്ഷസൻ. എന്ന് വെച്ചാൽ ഈ രക്തവുമൊക്കെ കുടിച്ച്, മനുഷ്യരുടെ രക്തമൊക്കെ കുടിച്ച് ജീവിക്കുന്ന അങ്ങനത്തെ ഒരു താഴ്ന്ന ജന്മം. നമ്മളുടെ കൂട്ട് തന്നെ ഒരു ജീവാത്മാവാണ്, ഇത്രയും അധപതിച്ച ഒരു ജന്മം കിട്ടിയല്ലോ. പിന്നെ യുദ്ധത്തിൽ മരിച്ച എല്ലാവരും യോദ്ധാക്കന്മാർ, ഇതൊക്കെ ആജാനുബാഹുവായ വളരെ വിശാല ശരീരമുള്ള വ്യക്തികളായിരുന്നു. അതായത് നമ്മൾ കലിയുഗത്തിൽ നമ്മുടെ ഒരു ആവറേജ് പൊക്കം എന്ന് പറഞ്ഞാൽ 5 അടി 6 അടിയാണ് ഏകദേശം നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ മുന്നത്തെ യുഗങ്ങളിൽ, ഇപ്പം ദ്വാപര യുഗത്തിൽ ഇതിൻ്റെ നേരെ ഇരട്ടിയായിരുന്നു. അതായത് ഒരു 11-12 അടിയായിരുന്നു സാധാരണ പൊക്കം. അതുകൂടാതെ ഇതിൽ ഈ മഹാരഥികളൊക്കെ, ഭീമസേനൻ്റെ കൂട്ട മഹാരഥികളൊക്കെ, അവരുടെയൊക്കെ പൊക്കം അതിനെക്കാട്ടിയും ഒത്തിരിയായിരുന്നു. അപ്പം 14-15 അടി. അപ്പം മനുഷ്യർ മാത്രമല്ല, ആനയും കുതിരയും ഒക്കെ അതേ സൈസായിരുന്നു. ഇപ്പോഴത്തെ ആനയെക്കാട്ടി ഒരു 4 ഇരട്ടി 5 ഇരട്ടി സൈസായിരുന്നു. അപ്പോൾ സൈസ് കൂടുമ്പോൾ രക്തവും അത്രയും കൂടത്തില്ലേ. പിന്നെ അതുകൂടാതെ മരിച്ചത് വളരെ ദുഃഖകരമായ പീഡനം സഹിച്ചാണ് മരിച്ചത്. എല്ലാവർക്കും കൈ വെട്ടി, കാല് വെട്ടി, അതുമാത്രം. ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കാൻ പറ്റും, അന്ന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ എത്ര ശക്തിയുള്ള ആയുധങ്ങളായിരുന്നു. ഇത്രയും ആൾക്കാരെ കൊല്ലുന്ന കാര്യം അത്രയും നിസ്സാരമല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് വായിച്ചപ്പോഴാണ് ഈ കാര്യം കുറച്ചുകൂടെ ബോധ്യമായിട്ട്, അർജുനൻ എന്തിനാണ് ഈ യുദ്ധത്തിന് മുമ്പേ ഇത്രയും മടിച്ച്, അതിൻ്റെ കാര്യം കുറച്ചുകൂടെ ബോധ്യമായത്. സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു നരസംഹാരം നടത്തണം എന്നുള്ള ഒരു കാര്യം അത് അർജുനൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബോധ്യമായപ്പോൾ മടിച്ചു അല്ലേ. ഈ യുദ്ധത്തിൽ എത്രയും സ്ത്രീകളാണ് വിധവകളായത്, എത്രയും സ്ത്രീകളുടെ സന്താനന്മാർ നഷ്ടപ്പെട്ടു. ഈ ഭീമനൊക്കെ ഒരു ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാർ കൈകൊണ്ടായിരുന്നു കൊല്ലുന്നത് അല്ലേ. അവരൊക്കെ എന്ന് വെച്ചാൽ ബാഹുബലി എന്നൊക്കെ പിക്ചർ നമ്മൾ കാണുന്നു. ഇവരൊക്കെ മഹാബാഹുബലിയായിരുന്നു. ഈ ഭീമനൊക്കെ ആനയൊക്കെ തുമ്പിക്കൈ കൊണ്ട് തൂക്കി എറിയുന്നതായിട്ട് പറയുന്നു. അതുമാത്രമല്ല, വലിയ വലിയ വൃക്ഷങ്ങളെ വേരോടെ എടുത്ത് യുദ്ധം ചെയ്യുന്നു.
അപ്പം ശരിക്കും പറഞ്ഞാൽ അസാധാരണ ശക്തിയുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്ന ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് കാണുന്ന ഒരു രസമാണ്. നമ്മൾ അതുകൊണ്ടാണ് ഈ ആക്ഷൻ മൂവീസൊക്കെ ഇത്രയും ഹിറ്റാവുന്നത്. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു ഭഗവാൻ നമ്മളൊക്കെ കുറച്ച് സേവനം ചെയ്യുന്നു, ഭഗവാന് വേണ്ടി ഭക്തിയുത സേവനം ചെയ്യുന്നു. അപ്പം ഭഗവാൻ കുറച്ചിങ്ങനെ ഈ ട്രെയിലർ മാതിരി ഈ മഹാഭാരത യുദ്ധം നമുക്ക് ലൈവായിട്ട് കാണിച്ചു തന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതായത് ആചാര്യന്മാരുടെ വായിന്ന് കേട്ടതാണ്, നമ്മളൊക്കെ ഈ നല്ല ഭക്തന്മാർ അവർ തിരിച്ച് മരണം കഴിഞ്ഞ് തിരിച്ച് വൈകുണ്ഠത്തിൽ പോവാണെങ്കിൽ അവർക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് അവരുടെ കഴിഞ്ഞു പോയ ജന്മങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങളും ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഇങ്ങനെ വരും. ഏതൊക്കെ ജന്മത്തിൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ വിഡ്ഢിത്വമാണ് ചെയ്തു കൂട്ടിയത്, ഇതൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ മഹാഭാരതവും ഭഗവാൻ നടത്തിയ ലീലകളൊക്കെ നമുക്ക് കാണിച്ചു തന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അത് മരണം കഴിഞ്ഞ് ജീവനോടെ ഇത് കാണിച്ചായിരുന്നെങ്കിൽ ഉത്തമമായനെ. പക്ഷേ ഈ ഭയാനകമായ യുദ്ധത്തിൽ നിന്ന് നമ്മൾ എന്തുവാണ് പാഠം പഠിച്ചത്? ഇതിഹാസത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് പാഠങ്ങളാണ്. ഇതിൽ നിന്ന് നമ്മൾ ഏത് പാഠങ്ങളാണ് പഠിച്ചത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ, രാധേ രാധേ.